അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന കുളമാണ്. സ്ഥലത്തിൻ്റെ പേര് പറയാനായിട്ടില്ല, കാരണം വെള്ളം നമ്മളെ പുളിയൊക്കെ കഴിയട്ടെ എന്നിട്ട് പറയാം. പിള്ളേർ ചാടുന്നുണ്ട്, വെള്ളം തന്നെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇതിവിടെ കോട്ടക്കലടുത്താണ് ഈ കുളം. നമ്മളിവിടെ താഴെ ഇവിടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ നോക്കാം കേട്ടോ. അതാ ആരടാ ആ ഭാഗത്തെ ആ പറമ്പെന്നുള്ള ഉറവ ഒലിച്ച് വന്ന് ഇവിടെ ചാടുന്നുണ്ട്. അവിടെ കാണാം, ഇവിടെ ഹോളുണ്ട്. ഇവിടെ കുളം നിറയുന്നതിനനുസരിച്ച് ഓവർഫ്ലോറായിട്ട് ഇവിടുന്ന് താഴേക്ക് പോകാൻ വെള്ളം, പിന്നെ ഇതിന് കൂടുതൽ വെള്ളം വരികയില്ല. നമ്മളെ പുറകിലുള്ളതാണ് കുളം, നോക്കാം. ഇവിടെ നിന്ന് ഒഴുകിയിട്ടില്ല, നമ്മളെ പുറകുകൂടി താഴെ പോവുകയാണ്. നേരെ താഴേക്ക് പോവാണ്. ഈ വെള്ളം നേരെ താഴേക്ക് പോവാണ്. ആ പിള്ളേർ അങ്ങോട്ട് പോകുന്നുണ്ട്. അവരിവിടെ കുളത്തിലെ ചാട്ടം കഴിഞ്ഞ് വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ആർമാദിക്കാൻ വേണ്ടി പോവുകയാണ്. വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് പോയി നോക്കാം നമുക്ക്. വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എത്തിക്കുക. മഴക്കാലം വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുളങ്ങളും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ കുളങ്ങളും നമ്മൾ എത്തിക്കുന്ന, വെള്ളച്ചാട്ടമൊക്കെ എത്തിക്കുന്നതായിരിക്കും. പരമാവധി നമ്മുടെ കൂടെ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് വെള്ളച്ചാട്ടമുള്ള സ്ഥലത്ത്. ആണ് ആ വെള്ളം, നമ്മുടെ കുളം നിറഞ്ഞിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ്. അത് നേരെ വന്നിട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. പിന്നെ ആ സൈഡിൽ നിന്ന് അവിടെ നിന്നും വന്നിട്ട് ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ എല്ലാവരും കൂടി സംഗമിച്ചിട്ട് നേരെ താഴേക്ക് പോകണം. ആണോ, നല്ല ശുദ്ധമായ വെള്ളം. ഇല്ല അവിടെ വെള്ളച്ചാട്ടില്ല. അവിടെ കിടലനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയത്. ഇതായി വെള്ളം ഇങ്ങനെ പോവുകയാണിത്, കണ്ടോ. വളരെ മനോഹരമായ കാഴ്ചയാണ്. നിറഞ്ഞിട്ട് അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളെ ബാക്കിൽ കാണാം. അപ്പോൾ അവിടുന്ന് ഒഴുകിയിട്ട് ഇതുവഴി നേരെ നമ്മളെ പുറയിൽ കൂടി ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ജംഗ്ഷനാണ്, അവിടെ സംഗമിക്കുകയാണ്. 3 ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ആ ജംഗ്ഷനിൽ സംഗമിച്ചിട്ട് അവിടുന്ന് നേരെ ഇത് കണ്ടോ താഴേക്ക് പോവാണ്. അങ്ങനെ അങ്ങോട്ട് പോകും. അവിടെ പോയി നോക്കാം നമുക്ക്. അവിടുന്ന് ഏറ്റവും നല്ല കാഴ്ച. ആ വെള്ളം അവിടെ നിന്ന് വരികയാണ്, കേട്ടോ. നമുക്ക് ആ വരുന്ന വെള്ളം ഇങ്ങനെ വന്നിട്ട് വേറെ വീഡിയോ എടുക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്. അല്ല ഈ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ്. ഈ പാറയിലൊക്കെ വെള്ളം നനഞ്ഞിട്ടുണ്ട്. വഴുക്കി വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പാറയാണ്, തലയടിച്ച പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീണാ പോയി. ഇങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മളും കൂടെ പോയി നോക്കാം ഏതുവരെ പോകുന്നുണ്ട്. ഇവിടൊക്കെ പ്രശ്നമാണ്. ഇവിടെ പ്രശ്നങ്ങളാണ്. ഇവിടെ വീഴാനുള്ള സാധ്യത നമ്മളെ മുമ്പിൽ കാണുന്നുണ്ട്. ഇങ്ങനെ വരികയാണ്, കേട്ടോ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ വന്ന് അങ്ങനെ പോവാം. ഇതാ കാണുന്നത് വെള്ളം, ഇതാ വരുന്നു.
സൂപ്പർ വെള്ളച്ചാട്ടമാണ്. കൊടും കാടാണ്, ഇവിടെ ആൾത്താമസമില്ല. ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഈ വെള്ളം ഒഴുകുന്നത് ഒഴിച്ചാൽ മറ്റ് ഇതൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി താഴെ പോയി നോക്കാം. അവിടെ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ചെറിയ ചാട്ടം കണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ. സമയം ഒരുപാടായിട്ടുണ്ട്, വെയിലൊക്കെ മങ്ങി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാടാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ അല്പം പ്രയാസമുണ്ട്. ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. വീണ് പോയാൽ പിന്നെ നമുക്ക് സഹായത്തിന് ഹെൽപ്പിനാരും ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇതിൻ്റെ തൽക്കാലം നമ്മൾ വിളിച്ച് നിർത്തുകയാണ്. ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് നമ്മളെ കൂടി ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകണം. ഇതിലും മനോഹരമായ ചാട്ടം നമ്മുടെ ബാക്കിലുണ്ട്. അവിടെ പോകാൻ നമ്മൾ ഒന്നാമതൊരു കാടേരിയാണ് ഇത്. ഇവിടെ ഒന്നും ആളും മനുഷ്യനില്ല. പിന്നെ വൈകിട്ട് സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിവിടെ നിർത്തി പോകണം. അങ്ങോട്ട് പോകാൻ ഒരുപാട് താഴ്ചയുള്ള സ്ഥലങ്ങളാണ്, ലെവലുള്ള ഭൂമിയല്ല. താഴ്ച അങ്ങനെ വെള്ളച്ചാട്ടം താഴ്ന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. മറ്റൊരു സമയത്ത് നമുക്കൊരു ഹെൽപ്പിനാളുടെ സമയത്ത് നമുക്ക് പോയി വരാം. മഴ ഇനിയും വരും. അപ്പോൾ തൽക്കാലം നമ്മുടെ വെച്ച് നിർത്തുന്നു. സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. വീണ്ടും നമ്മൾ നല്ല ജലാശയങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരോടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ ബൈ. എന്തായാലും ഒന്ന് മുഖം കഴുകി കളയാം. കുളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പൈതലുണ്ട് ഇവിടെ. നീന്താൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. പിള്ളേർ കൂടിപ്പോ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ചെറുത്. അതായിരുന്നു എന്തായിരുന്നു അതായിരുന്നു ആ പൊടി അല്ലേ? അല്ല, വെള്ളമായിട്ട് പരിചയം ആവണം, അതിന് കുഴപ്പമില്ല. മഴ വരാൻ കാത്തിരിക്കുകയാണ് പിള്ളേർ ആസ്വദിക്കാൻ. മഴവെള്ളത്തിലുള്ള ആസ്വാദനമാണ് നമ്മൾ കാണുന്ന. കുളങ്ങളും കുഴികളും ജലാശയങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. മഴ അല്പം കിട്ടിയിട്ടുണ്ട്, വെള്ളം കയറി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ കുളി നടക്കട്ടെ, നമുക്ക് അടുത്ത ജലാശയം തേടിയിട്ട് പോകാം. അപ്പോൾ നമ്മുടെ കൂടെ കൂടുക, നമുക്ക്
മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് കാണാം. അതുവരേക്കും എല്ലാവരും നമ്മുടെ കൂടെ കൂടുക. ഓക്കെ, ബൈ ബൈ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് മറ്റു ഭാഗത്തേക്ക് നീങ്ങാം. മറ്റൊരു ദിശയിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് കാണാം.